ഇപ്പോൾ സ്വതന്ത്രർ കൂടി കോൺഗ്രസിലേക്ക് ചേരുമ്പോൾ അംഗസംഖ്യ 99 എന്നുള്ളതിൽ നിന്നും 102 ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. നിലവിൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷം തന്നെയാണ്. പ്രതിപക്ഷത്തിന് കൂടുതൽ കരുത്തേകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇത്തവണ ലഭിച്ചിരിക്കുന്നത്. സമാജ്വാദി പാർട്ടിയും DMKയും തൃണമൂൽ കോൺഗ്രസും ഒക്കെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഈ വിപുലീകരണം അതിശക്തമായി BJPയെ വരിഞ്ഞു മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. BJP 6 മാസത്തിനപ്പുറത്തേക്ക് ഈ മന്ത്രിസഭയുമായി മുന്നോട്ട് പോകില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതിന് കാതലായ കാരണമുണ്ട്. സഖ്യകക്ഷികൾ അടിച്ചു പിരിയും. അതിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നിലവിൽ TDPയും JDUവും വളരെയധികം അപമാനം സഹിച്ചു തന്നെയാണ് ആ മുന്നണിയിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. എന്നാൽ അവർ എപ്പോൾ വേണമെങ്കിലും തിരിഞ്ഞു കൊത്താവുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നണിക്കകത്ത് നിൽക്കുന്നത്. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം കൂടി അവർ വിലയിരുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും ബീഹാറിൽ BJPയും JDUവും തമ്മിലാണ് സഖ്യം, ആ ഒരു രീതി. എന്നാൽ ആന്ധ്രാപ്രദേശിൽ TDPയും പവൻ കല്യാണിന്റെ ജനസേനയും തമ്മിലുള്ള സഖ്യമായതുകൊണ്ട് തന്നെ BJPക്ക് അവിടെ വലിയ റോളില്ല. അത് TDPയുടെ ഭാഗമായി നിന്നതിൻ്റെ പേരിലാണ് BJPക്ക് താൽക്കാലികമായി സീറ്റുകൾ ലഭിച്ചത്. അത് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം എന്നുള്ളത് BJPക്ക് നന്നായി അറിയാം. എന്നാൽ ബീഹാർ അതുപോലെയല്ല. BJPക്ക് കാര്യമായി വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് BJPക്ക് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും തമ്മിൽ ഭേദമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ബീഹാറിൽ തന്നെയാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ ബീഹാറിൽ അത്ര ശോചനീയമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല. LJPയും JDUവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കെതിരെ അതിശക്തമായി പിടിച്ചു നിൽക്കാൻ NDAക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ത്യ മുന്നണി തീവ്രമായി മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് എത്താൻ കഴിഞ്ഞതുമില്ല. കേവല ഭൂരിപക്ഷമില്ലാത്ത BJP ഇപ്പോഴും അതിനേക്കാൾ ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറുന്നത്. പഴയ മന്ത്രിമാരെയെല്ലാം കൃത്യമായി അതാത് തസ്തികകൾ കൊടുത്തു തന്നെ വീണ്ടും നിയോഗിച്ചിരിക്കുന്നു. എന്നാൽ മോദി വിചാരിച്ചെടുത്ത കാര്യങ്ങൾ നിൽക്കില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് അതുകൊണ്ടാണ്. എന്നായിരുന്നാലും മോദി 3.0 പൊളിയും. അതിന് 5 കൊല്ലത്തെ കാത്തിരിപ്പൊന്നും വേണ്ട. 1 ഇന്ത്യ 1 ഇലക്ഷൻ എന്ന രീതിയുമായി ഒട്ടേറെ വാഗ്ദാനങ്ങളുമായി 400 പാർ എന്ന രീതിയിൽ 400-ലധികം എന്ന് പറഞ്ഞ് ഇലക്ഷനെ നേരിട്ട നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം പോലും ലഭിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായും ഈ 5 കൊല്ലത്തിനിടയിൽ തീർച്ചയായും പരമാവധി 1 കൊല്ലം കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഈ രാജ്യത്ത് നടക്കാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. നവംബർ മാസത്തിനോടകം തന്നെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല.